എൻ്റെ പേര് റിൻസി. ഞാൻ അബു ഖലീഫയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ ആദ്യമായി ഞാൻ ദൈവത്തിന് സ്തുതി പറയുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുകയാണ്. 2023 അവസരത്തിലുമായി ഞങ്ങൾക്കുണ്ടായ ഭയങ്കരമായ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഞാൻ ഈ അമ്മ മാതാവിനെ ശരിക്കും അറിയുന്നത്. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വഴി ഒരു ഓൺലൈൻ ഉടമ്പടി ഞങ്ങൾ തുടങ്ങി. അതിൽ നിന്നും ഡിസംബറിൽ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ പോയി ഉടമ്പടി നേരിട്ടെടുത്ത് ഞങ്ങൾ പ്രാർത്ഥന തുടർന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ഫ്രണ്ട് വഴി ഈ ജപമാല ഗ്രൂപ്പിനെ പറ്റി ഞങ്ങൾ അറിയുന്നത്. അന്ന് മുതൽ ഞങ്ങൾ ഈ ജപമാല ഗ്രൂപ്പിൽ ഞങ്ങൾ വന്ന് പങ്കെടുക്കാറുണ്ട്. അങ്ങനെ മെയ് മാസത്തിൽ ഞാൻ ക്യാരി ആവുകയാണ് എൻ്റെ 4ാമത്തെ കുഞ്ഞിനെ. അതെൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ക്യാരി ആയി കഴിഞ്ഞതിന് ശേഷം ജൂണിൽ ഞാൻ 2021 ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. MODയുടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. ആ ഇൻ്റർവ്യൂ ഞാൻ 2023 ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് എന്നെ അവർ വിളിച്ചു. നിന്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ കയറി വരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്താണ് അവർ പറയുന്നു ഞാൻ എഴുതിയ എക്സാമിൻ്റെ പേപ്പർ മിസ്സായി. സോ അതുകൊണ്ട് അവർക്ക് അതിൻ്റെ പ്രോസസ്സിങ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് പല രീതിയിലും അന്വേഷിച്ച് നോക്കി ആ പേപ്പർ മിസ്സായത് എങ്ങനെയാണെന്നും അത് എടുക്കാൻ വേണ്ടിയിട്ടും. പക്ഷേ ഒരിക്കലും ആ പേപ്പർ കിട്ടാതെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ജോലിയായിരുന്നു. പക്ഷേ ഞാനത് മറന്നു. പക്ഷേ എൻ്റെ അമ്മ മാതാവ് അത് മറന്നില്ല. ഞാൻ ഉടമ്പടിയിൽ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് അത് നിയോഗമായിട്ട് സമർപ്പിച്ചില്ലെങ്കിലും ഞാൻ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ ആ ജോലി എനിക്ക് തന്നില്ലല്ലോ എന്ന്. അതിനുശേഷം ഈ 2024 അവരെന്നെ ജൂണിൽ എന്നെ വിളിച്ചു, നിന്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ 4ാമത്തെ കുഞ്ഞിനെ ക്യാരി ചെയ്യുകയാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു കുഴപ്പമില്ല, നിന്റെ പ്രോസസ്സിങ് നടന്നോട്ടെ, നീ മെഡിക്കൽ ചെയ്തോളാൻ പറഞ്ഞു. അവരെനിക്ക് പേപ്പർ തന്നു. ഞാൻ എൻ്റെ മെഡിക്കൽ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് ചെയ്തു. അങ്ങനെ കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷം നിനക്ക് ഈ ജോലിയിൽ പ്രവേശിക്കാമെന്ന് എന്നോട് പറഞ്ഞു. കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ 2ാമത്തെ മെഡിക്കൽ ചെയ്തു. എൻ്റെ കുഞ്ഞ് ജനിക്കുന്നത് 2025 ജാനുവരി 1-ാം തീയതിയാണ്. അത് ഡാനിയൽ ജോർജ് എന്നാണ് അവന് പേരിട്ടിരിക്കുന്നത്. ദൈവം നമ്മുടെ കൂടെ എന്നാണ് അവൻ്റെ മാനുവൽ എന്ന പേരിൻ്റെ അർത്ഥം. അതിനുശേഷം ഞാൻ എൻ്റെ പ്രോസസ്സിംഗ് എല്ലാം തുടർന്നുകൊണ്ടിരുന്നു. പക്ഷെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജപമാല അതും ഈ ഗ്രൂപ്പിൽ നിന്നും പഠിച്ചതാണ്. എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. അങ്ങനെ ജപമാല കെട്ടി ഓരോ തടസ്സങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. ഫെബ്രുവരി കഴിഞ്ഞു. ഫെബ്രുവരിയിൽ ഞാൻ നാട്ടിൽ പോയി ഉടമ്പടി എടുത്തപ്പോൾ ഇത് നിയോഗമായി എൻ്റെ അമ്മയ്ക്ക് സമർപ്പിച്ചു. അങ്ങനെ ഏപ്രിലിൽ ജോലിക്ക് കയറാമെന്ന ഒരു ചിന്ത ഞങ്ങൾക്ക് വന്നു. പക്ഷേ ഒരുപാട് തടസ്സങ്ങൾ ഇതിനിടയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ തടസ്സങ്ങളും മാതാവ് അതെല്ലാം നീക്കി തന്നുകൊണ്ടിരുന്നു. ഓരോ പ്രാവശ്യവും ജപമാല കെട്ടുന്നതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് തടസ്സങ്ങൾ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏപ്രിൽ 4-ാം തീയതി അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ബാബു ബ്രദറിനെ കണ്ട് പ്രാർത്ഥന സഹായം അഭ്യർത്ഥിച്ചു. അങ്ങനെ ബാബു ബ്രദർ എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നീ സാക്ഷ്യം പറയുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉറപ്പായും ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. അന്നേ ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ മാതാവിൻ്റെ സുഗന്ധം എനിക്ക് അനുഭവപ്പെടാൻ സാധിച്ചു. അങ്ങനെ അവിടെ നിന്നും ഞാൻ തിരിച്ചു വന്നു. എൻ്റെ പേപ്പർ അവർ പറയുന്നു നിന്നെ ഞാൻ വിളിച്ചോളാം എന്ന് മാത്രം പറയുന്നു. അത് കഴിഞ്ഞ് ഈ അഖണ്ഡ ജപമാലയ്ക്ക് ശേഷമാണ് എൻ്റെ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ആയത്. അങ്ങനെ ഞാൻ 8-ാം തീയതി ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ പേപ്പർ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. അവരെനിക്ക് ജോയിൻ ചെയ്യാനുള്ള ലെറ്റർ തന്നു. അങ്ങനെ 9-ാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ഞാനവിടെ ജോയിൻ ചെയ്തപ്പോൾ 10-ാം തീയതിയാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് എന്നെ കൊണ്ടുപോയത്. OT-യിലാണ് എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. അവിടെയാണ് എനിക്ക് എക്സ്പീരിയൻസും. അതും എൻ്റെ അമ്മ മാതാവ് അവിടെ തന്നെ തന്നതാണ്. അങ്ങനെ ഞാൻ OT-യിൽ നിൽക്കുന്ന സമയത്ത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും അവിടെ നിൽക്കുമ്പോൾ ഒരു ബട്ടർഫ്ലൈ അവിടെ വന്നു. ആ സമയത്ത് ഭയങ്കരമായ സുഗന്ധാഭിഷേകം എൻ്റെ ഈ കാശുരൂപത്തിൽ നിന്നും ഈ ഉടമ്പടി കാശുരൂപത്തിൽ നിന്നും എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഈ ബട്ടർഫ്ലൈ ഉറപ്പായിട്ടും അത് മാതാവിൻ്റെ സാന്നിധ്യമാണെന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടത്തിൽ അവിടെ വന്നു. അവരെന്നോട് പറഞ്ഞു, നീ ചേഞ്ച് ചെയ്ത് അകത്തോട്ട് വരൂ. അതിനു മുമ്പായി അവരെന്നോട് പറഞ്ഞു, ആ ഇൻചാർജ് എന്നോട് പറയുവാണ്, ഇത് ഇവള് വന്നതിൻ്റെ ഗുഡ് സൈനാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പൂർണ്ണമായി വിശ്വസിച്ചു ഇത് മാതാവ് എൻ്റെ കൂടത്തിൽ അവിടെ വന്നതാണെന്ന്. അങ്ങനെ എന്നോട് പോയി ചേഞ്ച് ചെയ്ത് അകത്തോട്ട് വന്നോളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അകത്തോട്ട് ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ചിന്തിച്ചു, അയ്യോ ആ ബട്ടർഫ്ലൈ എന്ത് ചെയ്യും? കാരണം OT-ക്കകത്ത്
ഒരു ഈച്ചയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് ജീവികൾ വന്നാലും അവരതിനെ അങ്ങനെ കയറാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ കയറി വന്നാലും അവരതിനെ നശിപ്പിച്ച് കളയും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോയി, അവരതിനെ നശിപ്പിച്ച് കളയുമോ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറിപ്പോയി. അകത്ത് ചേഞ്ച് ചെയ്ത് അകത്ത് കയറി വന്നപ്പോഴേക്കും ഞാൻ അവിടെ നിന്നൊരു സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു, സിസ്റ്റർ ഇവിടെ വന്ന ബട്ടർഫ്ലൈ എവിടെ പോയി? അന്നേരം ആ സിസ്റ്റർ പറഞ്ഞു, അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഈ ജോലി എനിക്ക് തന്നതും ഈ അമ്മ മാതാവ് തിരുക്കുമാരിൽ നിന്ന് വാങ്ങിച്ചു തന്ന ഈ ജോലിക്കും ഞങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് നൽകിക്കൊണ്ടിരിക്കുന്നു, നൽകിയിട്ടുമുണ്ട്. ഈ കോടാനുകോടി അനുഗ്രഹങ്ങൾക്ക് ഞാൻ എൻ്റെ അമ്മ മാതാവിന് തിരുക്കുമാരന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ബാബു ബ്രദറിനെ നന്ദി അർപ്പിക്കുന്നു. ഈ ജമാല കൂട്ടായ്മയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു.